പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ? നന്നായിട്ട് പ്രഭാതത്തിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നോക്കിയാൽ ഇന്ന് 1 hour, 1 മണിക്കൂർ കുർബാനയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സമയം, ഈവനിങ്ങിലോ ഉച്ചയ്ക്കോ ഉച്ചതിരിഞ്ഞോ, ഏത് ചൂടൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ മഴയൊക്കെ ഉണ്ടാകാം. എന്നാലും നമ്മൾ 1 മണിക്കൂർ ദിവികാരണ സന്നിധിയിൽ നമ്മൾ മുട്ടുമ്പോൾ ഒരു അരമണിക്കൂർ മുട്ടുമ്പോൾ അരമണിക്കൂർ ഇരിക്കുക, 1 hour കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കാനായിട്ട്. കാരണം ഈശോയുടെ തിരുഹൃദയം ഇന്ന് നാം കാണുന്നത് തിരുവോസ്തിയിലാണ്. നമുക്കറിയാലോ അല്ലേ? ഓരോ ദിവ്യകാരുണ്യ അത്ഭുതത്തിലും പറയുന്നത് അത് ഈശോയുടെ ഹൃദയമാണ്. ഈശോയുടെ ഹൃദയമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്ന് കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ബസിലിക്കയിലോ അല്ലെങ്കിൽ ഊർദിലോ അല്ലെങ്കിൽ വിശ്വാസത്തിലൊക്കെ പോയാൽ തന്നെ ഉച്ചതിരിഞ്ഞ് കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന കാര്യം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞ് കാലത്ത് കുർബാനയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞ് ബലി അർപ്പിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19:37. അവിടെ വചനം പറയാണ്, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. കർത്താവിൻ്റെ ഹൃദയത്തിലല്ലേ, ശരിക്കും നെഞ്ചിലാണ് ശരിക്കും അവസാന തുള്ളി രക്തം, വെള്ളം, അത് കർത്താവ് ഹൃദയത്തിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് ഒഴുക്കിയത്. അതുകൊണ്ടാണ് തിരുഹൃദയ മാസം, ജൂൺ മാസം തിരുഹൃദയ മാസം. ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നമ്മളുടെ തിരുഹൃദയ തിരുനാൾ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ ശൂന്യത, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ വരുമ്പോൾ ഈ തിരുഹൃദയത്തിൽ നിന്ന്, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിരുഹൃദയത്തിൽ രൂപം വയ്ക്കുന്നത്? അത് വറ്റാത്ത സ്നേഹത്തിൻ്റെ ഉറവയാണ്, വറ്റാത്ത കാരുണ്യത്തിൻ്റെ ഉറവയാണ്. ഞാനൊരു ദിവസം അവിടെ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ക്രൂശ് രൂപം എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ തിരുഹൃദയം മാത്രമില്ല. പിന്നെ തിരുഹൃദയം അവിടെ അത് ശ്രദ്ധിക്കാതെ പോയി. ഞാൻ പറഞ്ഞു, ഇത് ഈ കുടുംബത്തിന് സമാധാനം അത് തിരുഹൃദയത്തിൻ്റെ രൂപത്തിലാണ്. ഈശോയുടെ തിരുഹൃദയത്തെ എപ്പോഴും നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണതാണ്. നാളെ ഇനി തിരുഹൃദയത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ. അപ്പോൾ നാളെയും അതുപോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴെപ്പോഴുന്നേക്കും